ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മന്ത്രിസഭകൾ വളരെ ജാഗ്രതയോടെ നീങ്ങുന്ന ഒരു സമയമാണിത്. അതിന് കാരണമാകുന്നത് വലിയ തോതിലുള്ള ഒരു ഓപ്പറേഷൻ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പല സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുവെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണിത്. ഇതിനെ നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ബി.ജെ.പി. നേതൃത്വം മനസ്സിലാക്കുന്നത്. കാരണം കഴിഞ്ഞ 2 മാസത്തിലേറെയായി ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നുണ്ട്. അവിശ്വാസ പ്രമേയം ഏതാനും ചില സംസ്ഥാനങ്ങളിൽ കൊണ്ടുവന്ന് സംസ്ഥാന സർക്കാരുകളെ അട്ടിമറിക്കാനുള്ള നീക്കം ആരംഭിച്ചിരിക്കുകയാണ്. ബി.ജെ.പിക്ക് മണിപ്പൂരിലെ ഭരണം നഷ്ടമായതും അവിടെ രാഷ്ട്രപതി ഭരണം വന്നതും നമ്മൾ കണ്ടതാണ്. കേന്ദ്ര നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം വടക്കുകിഴക്കൻ പ്രദേശങ്ങളിൽ ഒരു സംസ്ഥാനം നഷ്ടമാകുക എന്നുള്ളത് അവർക്ക് അത്ര സുഖകരമായിട്ടുള്ള കാര്യമല്ല. അസം ഉടൻ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അവിടെ കേവല ഭൂരിപക്ഷം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വടക്കുകിഴക്കൻ പ്രദേശങ്ങളെ പിന്നെ ചിന്തിക്കുകയേ വേണ്ട. അത് ഒന്നിനു പുറകെ ഒന്നായി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലുണ്ട്. ഇപ്പോൾ ഏറ്റവും ഭയജനകമായ ഒരു അവസ്ഥ മുന്നിൽ നിൽക്കുന്നത് രാജസ്ഥാനും അതുപോലെ ഒഡീഷയുമാണ്. ഒഡീഷയിൽ കേവല ഭൂരിപക്ഷമുണ്ട്. മോഹൻ ചരൺ മാഞ്ചിയാണ് അവിടുത്തെ മുഖ്യമന്ത്രിയെങ്കിലും അവിടെ വിമതശല്യം അതിശക്തമാണ്. രാജസ്ഥാനിൽ ഭജൻലാലിലും ഈ രീതിയിൽ പല വിമതശല്യങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരുന്നു എന്ന യാഥാർത്ഥ്യം അദ്ദേഹത്തെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഇത് വലിയ തോതിൽ ഈ 2 പ്രദേശങ്ങളെയും ഒരുപക്ഷെ കീഴ്മേൽ മറിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഒഡീഷയിലെ 24 കൊല്ലത്തെ ഭരണം അത് നവീൻ പട്നായിക്കിന് സമ്മാനിച്ച സൗഹൃദങ്ങൾ ചില്ലറയല്ല. ബി.ജെ.പി. നേതൃത്വത്തിൽ പോലും ചിലർ നവീനുമായി നല്ല രീതിയിൽ അടുപ്പം കാത്തു സൂക്ഷിക്കുന്നവരാണ്. അവരിൽ പലരും മന്ത്രിസ്ഥാനം കൊടുക്കാമെന്ന് പറയുമ്പോൾ ഇപ്പുറത്തേക്ക് ചാടിയാൽ തീരാവുന്ന പ്രശ്നമേയുള്ളൂ. നിലവിൽ ഒഡീഷയിൽ മന്ത്രിസ്ഥാനം കിട്ടാത്ത ചിലർ വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. അവർക്ക് മന്ത്രിസ്ഥാനം കൊടുക്കാമെന്ന് പറഞ്ഞ് ബിജു ജനതാദൾ കോൺഗ്രസ് സഖ്യകക്ഷി അവിടെ ഭരണത്തിലേക്ക് വന്നാൽ അട്ടിമറി ഉറപ്പാണ്. അത്തരത്തിലൊരു അവിശ്വാസ പ്രമേയത്തിന് ഏറ്റവും കൂടുതൽ സ്കോപ്പുള്ള സ്റ്റേറ്റും ഒഡീഷ തന്നെയാണ് എന്നുള്ളത് വളരെ വ്യക്തം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 21-ൽ 20 സീറ്റും ബി.ജെ.പി. വിജയിച്ചു. ഒരു സീറ്റിൽ കോൺഗ്രസും ഒരു സീറ്റ് പോലും ഭരണകക്ഷിയായിരുന്ന ബിജു ജനതാദളിന് കിട്ടാത്തതിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളുണ്ട്. രാജസ്ഥാനിൽ പക്ഷേ അങ്ങനെയല്ല. വസുന്ധര ഫാക്ടർ വളരെയധികം നിർണായകമാണ്. അവിടുത്തെ പ്രമുഖ നേതാക്കളായ ഗജേന്ദ്ര ഷെഖാവത്തും അർജുൻ മേഘ്വാളും ഒന്നും വിചാരിച്ചാൽ കഴിയാത്ത പല കുത്തിത്തിരിപ്പുകളും നടത്താൻ ഇപ്പോഴും കെൽപ്പുള്ള ഒരു വ്യക്തി തന്നെയാണ് വസുന്ധര രാജ സിന്ധ്യ. അവരൊരു രാജ്ഞിയെ പോലെ തന്നെയാണ് ഇപ്പോഴും ഭരിക്കുന്നത്. അവർക്കുള്ള സ്വാധീനമൊന്നും മറ്റൊരു നേതാവിനും ബി.ജെ.പിയിലില്ല. ഏത് മേഖലയിൽ ഏത് നേതാവിനെയും അട്ടിമറിയിലൂടെ തോൽപ്പിക്കാൻ കഴിഞ്ഞാലും 200 നിയമസഭാ സീറ്റുകളിൽ ഏറ്റവും സുരക്ഷിതമായ മണ്ഡലം ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ബി.ജെ.പിക്കാരിയായ വസുന്ധര മത്സരിക്കുന്ന ജനറ പത്താനിൽ തന്നെയാണ്. അതുതന്നെയാണ് അവരുടെ ഏറ്റവും വലിയ കരുത്ത്. അവരുടെ ഒരേ ഒരു മകനായ ദുഷ്യന്ത് ലോക്സഭയിലെ അംഗം കൂടിയാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം. എന്നാൽ ദുഷ്യന്തിന് കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുത്തില്ല. വസുന്ധരയെ കേന്ദ്രമന്ത്രി ആക്കിയതുമില്ല. ഇതെല്ലാം അവിടെ ഭജൻലാലിനെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങളിലൊന്നായി തന്നെയാണ് കോൺഗ്രസ് കാണുന്നത്. സമയം ഇനിയുമുണ്ട്. സാവകാശം അതിനുവേണ്ടിയുള്ള തിരികൊളുത്തലാണ് അണിയറയിൽ നടക്കുന്നത്.